ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ. ഈ ഗെയിം എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുക, എന്നിട്ട് സാധനങ്ങൾ വിൽക്കുക, സ്റ്റോക്ക് ചെയ്യുക, പിന്നെ ലോൺ എടുക്കുക, സ്റ്റോറേജ് കൂട്ടുക, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുക. സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്ന എല്ലാ പരിപാടിയും ഉണ്ടാവും. കണ്ടോ, കമ്പ്യൂട്ടറൊക്കെ. ഇതിൽ നമ്മൾ സാധനം വാങ്ങും, എന്നിട്ട് ഒരു പെട്ടിയൊക്കെ വരും. ഞാനത് വയ്യെ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അത്രയും കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് നമ്മളിങ്ങനെ ഇടുന്നുണ്ടാവും. അതായത് ഒന്നാം പാർട്ട് കഴിഞ്ഞാൽ രണ്ടാം പാർട്ട് കഴിഞ്ഞാൽ മൂന്നാം പാർട്ട്. ഇത് പ്ലേലിസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പാർട്ട് 2 ഒന്ന് കാണണം. നിങ്ങളോരോ ലൈക്കും നമുക്ക് വേണ്ടപ്പെട്ടതാണ്. നമുക്കിന്ന് വാങ്ങാം, സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാം. നമുക്ക് ഫ്ലോറ് വേണം, മൈദപ്പൊടി, പിന്നെ ഒരു മിനിറ്റ്, ഫ്ലോറ് വേണം, പിന്നെ സീരിയൽ വാങ്ങണോ? സീരിയലൊന്ന് വാങ്ങിക്കളയാം. പൈസ കൊടുക്കുന്നുണ്ടല്ലോ, 2 എണ്ണം വേണ്ട. ഇതിൻ്റെ പൈസ കുറച്ച് കൂടിയിട്ടുണ്ട് എൻ്റെ അടുത്ത് ആകെ $50 അപ്പോൾ ഇതിൽ ലോൺ എടുക്കണമെങ്കിൽ ഇങ്ങനെ കമൻ്റ് ഇടുക. ലോൺ എടുക്കണം എന്ന് വെച്ചാണെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുക, എടുക്കണ്ടെങ്കിൽ നോ എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുക. അപ്പോൾ നമ്മൾ പെട്ടി വന്നിട്ടുണ്ട്. ആദ്യത്തെ നമ്മൾ വാങ്ങിയത് ബ്രെഡാണ്. ബ്രെഡ് ജാം അല്ല ണോയി. ഇത് നേരെ എടുത്ത് എങ്ങനെയും വെക്കുക. പഠിച്ചേ ഇറങ്ങാറ് ഇതെങ്ങനെ നിലത്ത് വെക്കുക? എന്താ ഇത് ഇറങ്ങാറ്? നിലത്ത് വെക്കുക, എടുക്കുക. വെച്ച ഇത് 1 2 3 4 5 6 7 8 9 10 11 12 13 ബ്രെഡാണ്. ബാക്കിയുള്ളതിൻ്റെ എനിക്ക് അറിയില്ല, വാങ്ങിക്കില്ലല്ലോ. ഇനി നമുക്ക് നമ്മൾ സീരിയലും കൂടി എടുക്കുക, അല്ലെങ്കിൽ പൈസ ഒന്ന് കൂട്ടല്ലേ. ഞാനൊരു 3 ഉറുപ്പ്യ ഇടാം. 3 ഉറുപ്പ്യ ഇടാം. കിട്ടുക നമുക്ക് 2 ഉറുപ്പ്യ ആയിട്ടാ. സീരിയൽ എടുത്തിട്ടുണ്ട്. സീരിയലിൽ ഡയറി മിൽക്ക് എന്നാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേരുണ്ട് എന്നോട് പറഞ്ഞാൽ മതി, ഞാനതിടും. നമ്മളിപ്പോഴാണ് കളി തുടങ്ങിയതിന് മുന്നേ ഞാൻ ഇത് കളിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് പൈസ ഇട്ടിട്ട് ഇത് വാങ്ങി എത്ര ഉറുപ്പ്യക്കാ? 35 ഉറുപ്പ്യൊക്കെ എത്തില്ല. ഈ ഗെയിം കളിക്കുന്ന ആരെങ്കിലും ഉണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നമ്മളെ കട ഓപ്പൺ ആക്കാം. അപ്പോൾ നമ്മുടെ കടൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തേക്ക് കസ്റ്റമർ വന്നു. ഇത് കുറച്ച് കള്ളക്കടത്തൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വയ്യേ വരും. എല്ലാവരും ബ്രെഡാണല്ലോ എടുക്കുന്നത്. ഇതുവരെ ബ്രെഡ് എടുത്ത് ഇന്നലെ തുടങ്ങാൻ നിന്നതാ, വേറെ ഫോണിൽ കയറ്റിയുണ്ട്. അന്നേരം 2 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ട് ചേഞ്ച്. ഇതിൽ ക്യാഷായിട്ട് കൊടുക്കാം, കാർഡായിട്ട് കൊടുക്കാം. ചോക്കോപിക് സീരീസ് ടു എക്സ്പെൻസീവ്. അതിൻ്റെ പൈസ കൂടുതലാവുമല്ലോ. ഞാൻ വാങ്ങിയ റേറ്റ് അല്ല ഇട്ട്, വാങ്ങിയതിനെക്കാട്ടി 2 ഉറുപ്പ്യ കൂടുതലായിട്ടുള്ളൂ. കണ്ട കാർഡ്. ഇനി ഇത് കാർഡ് വീണ്ടും. ഇത് കണ്ടോ, പെർഫോമൻസ് ചെക്കൗട്ട് എന്നും പുറത്ത് സൈഡിൽ സാധനം. ഇത് നമ്മൾ 25 ആക്കിയാലാണ് ലെവൽ, അതായത് ഒരു അപ്ഗ്രേഡേഷനൊക്കെ നടത്താൻ പറ്റുക. പ്രൊഡക്റ്റ് ലൈസൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് എടുക്കാനായിട്ട് ഇത് വേണം. ഇത് 25 എണ്ണം ഒക്കെ വേണം. അടുത്ത ആൾ വന്നല്ലോ. ഇത് എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്. അല്ല, ഇതെന്താ പ്രശ്നം? എക്സ്പെൻസീവ് ആണെന്നാണ് പറയുന്നത്, മനസ്സിലായില്ല. വീണ്ടും കാർഡിലൊരു പ്രശ്നമുണ്ട്, നമുക്ക് കള്ളക്കടത്ത് നടത്താൻ പറ്റൂല.
നമുക്ക് സീരിയലിൻ്റെ പൈസ ഒന്ന് കുറച്ചിടാം, ഒരു 35 ആക്കാം. വാങ്ങിയ പൈസ ഒന്ന് നോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. 35 രൂപ, 35 വെച്ച് 88. നമ്മൾ കുറഞ്ഞ പൈസക്കാണ് കൊടുക്കുന്നത്, 35 നമ്മൾ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് മൈക്കില്ലേ കൊടുക്കണ്ട നിങ്ങൾക്ക്. ഗൈസ് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾക്കൊരു കള്ളക്കടത്ത് കാണിച്ചു തരാം. ഇതല്ല, അയ്യ സ്വെറ്റർ ഇട്ടിട്ട് തന്നുകൊണ്ട്. ഇപ്പം ഞാൻ ചെറിയൊരു കള്ളക്കടത്താണ് കാണിക്കുന്നുള്ളൂ, ചെറിയൊരു കള്ളക്കടത്ത്. അത് മൈൻഡാക്കണ്ട, ഇനിയും ഉണ്ടാവും വലുത്. ചെറിയൊരു കള്ളക്കടത്ത് നമുക്ക് നടത്താം, സീനൊന്നുമില്ല. ചെറിയത് ചെറിയൊരു കള്ളക്കടത്താണ് മൈൻഡാക്കേണ്ട. ബിസിനസ് മാനാണ് നമ്മൾ പറ്റിക്കേണ്ടത്. നമ്മളിതിനും കാട്ടിയും വലിയ കള്ളക്കടത്ത് നടത്തും ഗൈസ്. അപ്പോൾ വലുത് നടത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഗെയിമിനെ പറ്റി അറിയുന്നവരും കമൻറ്റ് ചെയ്യുക, ഇത് കളിച്ചവരും കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യും. കസ്റ്റമേഴ്സ് വരുന്നില്ലല്ലോ, എന്താ? അപ്പോൾ ഇതിൽ ഈ സാധനം മാത്രമല്ല, നിങ്ങളാ ഷെൽഫ് കണ്ടില്ലേ സാധനം വെക്കുന്നത്, അതുപോലത്തെയും ഉണ്ട്. ഫർണിച്ചർ കണ്ട, ടാബ്ലറ്റ് ഉണ്ട്, ഫർണിച്ചറുണ്ട്, ഷെൽഫ് ഉണ്ട്, മറ്റേ ലൈറ്റ് ഉണ്ട്, സീലിംഗ് ലൈറ്റ്. എല്ലാവരും ബ്രെഡാണ് വാങ്ങുന്നത്, സീരിയലിൻ്റെ പൈസ കൂടുതലാണ് തോന്നുന്നു. പൈസ കൂടുതലായപ്പോൾ എന്താ പ്രശ്നം? നമ്മൾ ഫ്രീ ഫയർ നിർത്തിയ കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇനി വേറെ ഗെയിംസിൻ്റെ എന്താണ് വരിക? ഫ്രീ ഫയർ കയറ്റണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കയറ്റും. ചിലപ്പോൾ അത്ര ഉറപ്പില്ല, അത് വീണ്ടും എക്സ്പെൻസീവാന്ന് പറയുന്നു. ഇവരൊക്കെ ഈ ബ്രെഡ് മാത്രം വെക്കുന്നുള്ളൂ, അതെന്തായിരിക്കും? നമ്മൾ ഇന്ന് കയറ്റിക്കാളൂ. ഇന്നെപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ രാവിലെ മദ്രസം വിട്ട് വന്ന് 7:30 എടുക്കുന്ന വീഡിയോ, അതുകൊണ്ട് ഇപ്പോൾ കയറ്റിക്കാളൂ എടുക്കാനായിട്ട്. ഇതാ ഞാൻ പറഞ്ഞ പെർഫോം ചെക്കൗട്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞത്. തെറ്റടിയുന്നില്ല, തെറ്റടി. നീങ്ങിപ്പോന്നു ഗൈസ്. അടുത്ത കസ്റ്റമേഴ്സ് കമോൺ. ഇനി ഇത് രണ്ട് ബ്രെഡ് ഇതും കൂടി വിറ്റതിന് ഇന്നത്തെ വീഡിയോ അവസാനിക്കും. ഇവളെത്ര ബ്രെഡ് എടുക്കും? സോറി കസ്റ്റമർ, ഇവളൊന്ന് വിളിക്കരുതല്ലോ. 2 എടുത്ത് ഗൈസ്, $6 ലാഭമുണ്ട്. ലാഭമില്ല, മാറിപ്പോയി, നഷ്ടം എന്ന് പറയാം. ഗൈസ് ഇപ്പോൾ 2 ബ്രെഡ്. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല. $20 ആക്കിയിട്ട് അവസാനത്തെ കസ്റ്റമർ ഇവിടെ. ഇയാളും കൂടി കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ കലാസ്. അപ്പോൾ ഗൈസ് ഇയാൾ വന്നിട്ടൊന്ന് ക്ലോസ് ആക്കിയിട്ടല്ലേ ഗൈസ്, ഇയാളും പോയി. പോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നാളെ കാണാം. ബൈ. Сердце бьется, от чего?